നമസ്കാരം. ഇതുപോലെ ഇരട്ടപ്പേരുകൾ വീണ് കിട്ടിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടാവില്ല. അതിൽ നിനക്ക് അഭിമാനിക്കാൻ വാ തുറന്നാൽ അപ്പോൾ തന്നെ അതൊരു ഇരട്ടപ്പേരായി മാറും. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. വിജയനും വിജയൻ ഫാൻസും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇരട്ടച്ചങ്കൻ പോലും ഒരു കോമഡി പദമായി മാറുന്നതും നമ്മൾ കണ്ടു. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ആ പട്ടികയിലേക്ക് ഇന്നലെ മുതൽ മറ്റൊരു ഇരട്ടപ്പേർ കൂടി വന്നിരിക്കുന്നു. അന്നം മുടക്കി വിജയൻ. അങ്ങനെ വിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, അവിടെ എത്തി നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് പാര വയ്ക്കാൻ മുഖ്യമന്ത്രിയും കൂട്ടരും രംഗത്തിറങ്ങിയതോടെയാണ്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഏറ്റവും ഒടുവിൽ നാണം കെട്ട പാര പണിതിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സൗജന്യമായി ദുരന്തബാധിത മേഖലയിൽ കൊടുത്തുകൊണ്ടിരുന്ന അന്നം മുടക്കിയാണ്. ദിവസം 10,000 പേർക്ക് ചിക്കൻ ബിരിയാണി അടക്കമുള്ള വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വൈറ്റ് ഗാർഡ്സ്. അതെനിക്കിഷ്ടമില്ല. ഞാൻ തെറ്റാണോ? ആർക്ക് വേണമെങ്കിലും ഒരു കണക്കുമില്ലാതെ അവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാം. ഈ പെട്ടുപോയിരിക്കുന്ന മനുഷ്യർക്ക് അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം. എന്നാൽ ഇന്നലെ മുതൽ പിണറായിയുടെ പോലീസ് അതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവരോട് ഉടനടി അവസാനിപ്പിച്ചു പോകൂ, അല്ലെങ്കിൽ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. വാസ്തവം അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കേട്ടാ, പിള്ളാരല്ലേ. നിങ്ങളുടെ ഭക്ഷണം ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ചുക്കുമില്ല, ഒരു പുല്ലുമില്ല എന്നുള്ള സഭ്യമല്ലാത്ത രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ഇല്ല, ഭക്ഷണം കഴിച്ചില്ല. നമ്മൾ രാവിലെ വന്നിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് വന്നത്. ഭക്ഷണം ഒന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. എന്താ ഉറക്കം വരുന്നു? ഇന്നലെ വരെ സന്നദ്ധ സംഘടനകൾ ഇഷ്ടം പോലെ ഭക്ഷണം, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടായിരുന്നു. നല്ലോണം തന്നോണ്ടിരുന്ന സംഘടനകളെ മുടക്കുകയും ചെയ്ത് ഗവൺമെന്റ് തന്നൂല്ല. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. അതുപോലെ ബാത്റൂം സൗകര്യം, ഒരു സൗകര്യമില്ല. ഒരു ബാത്റൂമും ഇവിടുത്തെ പോലീസുകാർ മുഴുവൻ ഞങ്ങൾ ഓഫീസിലൊക്കെ വരുന്നത്. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മള് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് മുടക്കിയിട്ട് അവര് ഭക്ഷണം തരുന്നുമില്ല. ഇതുവരെ ഒരു കുപ്പി വെള്ളം പോലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിക്കുകയാണ് ആളുകൾ. പക്ഷേ ആ കൊടുക്കുന്നതൊക്കെ പിണറായിയുടെ ലേബലിലായിരിക്കണം, അല്ലെങ്കിൽ കുഴപ്പമാകും എന്ന് വിശ്വസിക്കുന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്.